ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞി ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാൻ അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. എന്നാലും ഇന്ന് 9-ാം തീയതിയാണ്, ഓഗസ്റ്റ് 9. എൻ്റെ സ്വന്തം ബർത്ത്ഡേ ആണ് ഇന്ന്. ഷുട്ടു എണീച്ചോളൂ, ഓൾറെഡി പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ എണീച്ചൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഒന്ന് പല്ലൊക്കെ തേക്കണം, എണീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടി അങ്ങനെ കാര്യമൊന്നുമില്ല. നമ്മൾ കുറേ നാളായി മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് പറശ്ശിനിക്കടവ്. അപ്പം ഇന്ന് വിത്തൗട്ട് ഇന്ന് പോവാണ്. കുട്ടപ്പം വരും രാവിലെ. ഇന്ന് ശനിയാഴ്ച എൻ്റെ ഡ്യൂട്ടി ഇല്ല, സോ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ സൺഡേ ആണ്. നാളെ സൺഡേ നമ്മൾ തിരിച്ച് മുക്കാലിലേക്ക് പോകും. അപ്പോൾ 2 ദിവസത്തെയും കൂടിയിട്ട് ഒരു കുഞ്ഞു വ്ളോഗാക്കിയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞാൻ നേരെ പോയി ഫ്രഷപ്പായിട്ട് ദോശ കഴിക്കാനിരുന്നു. നമുക്കിന്ന് ദോശയും നല്ല ചട്നിയായിരുന്നു ഉണ്ടായിരുന്നത്. വിത്ത് നമ്മുടെ സ്ഥിരം കട്ടൻ ചായയും കുടിച്ചു. ഷുട്ടൂനെ മൂടൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് സമയം ടി വിയും വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഷുട്ടൂനെ എങ്ങനെയല്ലോ ഫുഡ് കഴിപ്പിച്ചു. കാരണം അവൾക്ക് തണുപ്പെല്ലാം പിടിച്ച സൈഡായതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ ഭയങ്കര കുറവായി. ഇപ്പം കുറച്ച് എങ്ങനെയല്ലോ കഴിപ്പിച്ചു. ഇനിയിപ്പം നമുക്ക് റെഡി ആവണം, കുളിക്കണം, പണിയുണ്ട്. അതിലിടയ്ക്ക് നമ്മൾ വൈകുന്നേരം ഒരു കുഞ്ഞ് ബിരിയാണി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. വേറെ ഞാൻ അങ്ങനെ കേക്കെല്ലാം വാങ്ങിച്ച് വെറുതെ ഷുഗർ കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അതിനേക്കാളും നല്ല നമുക്ക് ബിരിയാണി വെച്ചാൽ രാത്രി വെച്ചാൽ എന്തായാലും നമുക്ക് നാളെ ഉച്ചക്കേക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ചിക്കൻ വന്നിട്ടുണ്ട്, അതിലൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഒരു മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആ പരിപാടി ചെയ്യട്ടെ. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമ്മുടെ ഗരം മസാല ആൻഡ് നമ്മുടെ ചിക്കൻ മസാല, കുറച്ച് തൈര്, ഇതെല്ലാം കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ചുട്ടു രാവിലെ തന്നെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദീപനെ കണ്ടിട്ട് ദീപേൻ്റെ കൂടെ പോകാനുള്ള പരിപാടി. ആക്ച്വലി ഞാനിപ്പോൾ കുറേ നാളായി ബിരിയാണി കഴിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഇന്ന് ബിരിയാണി ആക്കാം. വെറുതെ കേക്കൊക്കെ വാങ്ങി മുറിച്ച് ഷുഗർ കട്ടാണെന്ന് പറഞ്ഞ് അല്ലാണ്ട് ഷുഗർ കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ബിരിയാണി വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. നാളെ നമ്മൾ തിരിച്ചു പോവും. സോ വൈകുന്നേരം വെച്ചാൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും നാളെ ഉച്ചക്കും കൂടെ കഴിക്കാനുള്ള ഉണ്ടാവും. അപ്പം അങ്ങനെ, അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. ദിസ് ഈസ് കറൻ്റ്ലി മൈ പാക്കിംഗ് റൂം. ഇതാണ് പാക്ക് ചെയ്യുന്ന റൂമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഓർഡർ പാക്ക് ചെയ്യാനുണ്ട്. ഞാൻ അതും കൂടെ ചെയ്തിട്ട് പിന്നെ നേരെ പോയിട്ട് കുളിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ഇത് കൈൻഡ് ഓഫ് ഒരു ലോങ് പകുതി ഒരു മിഡ് ഹാരമാണ്. ഹാരം മോഡൽസിൽ വരുന്ന. അപ്പോൾ ഇതാണ് എനിക്ക് പാക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനത്തെ വേറെയും വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇറ്റ്സ് ₹899. ഹാരത്തിനെല്ലാം 899 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുള്ളവരാണെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് അവർ ഇൻസ്റ്റഗ്രാം പേജ് മഹിജ ബൈ വിസ്മയ. അപ്പോൾ എന്തായാലും ഞാൻ പാക്ക് ചെയ്യട്ടെ. വളരെയധികം ടെൻഷനടിച്ച് ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ എനിക്കിതുമായിട്ട് വലിയ ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ജ്വല്ലറീസ് യൂസ് ചെയ്യുന്ന ആളുമല്ല. ബട്ട് സ്റ്റിൽ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് ഓരോ ഓർഡർ ആണെങ്കിലും പാക്ക് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ എനിക്ക് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, നമ്മൾ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ലൈഫിൽ സംഭവിക്കുമ്പം ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്കിങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഇത് തുടങ്ങും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടെ നേരത്തെ ഇത് തോന്നാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇത് തുടങ്ങാമായിരുന്നു എന്ന് വിചാരിച്ചു. ആൻഡ് നമ്മളെ കളക്ഷൻസ് കിട്ടി എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാവരും ഒന്നുകിൽ നല്ല ക്വാളിറ്റി സാധനമാണ് അല്ലെങ്കിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് എന്ന് കുറേ ആൾക്കാർ എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ തന്നെ പോയി ഹാൻഡ് പിക്ഡ് ആയിട്ട് എടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അതിൽ ജെന്യുവനായിട്ട് ചെയ്യാൻ പറ്റും എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ഓണം കളക്ഷൻസ് എല്ലാം ഇങ്ങനെ ഓൺ എയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഞാൻ ഓരോന്ന് നോക്കി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഒന്ന് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക.
അപ്പോൾ അങ്ങനെ ഇതാ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ലേബൽ ഒട്ടിക്കണം, അഡ്രസ്സൊക്കെ എഴുതണം. അതാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ദിവസം ഒരു ഓർഡറെങ്കിലും കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒന്ന് ക്ലച്ച് പിടിച്ച് വരണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ അഡ്രസ്സൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കട്ടെ. അതിനുശേഷം പിന്നെ പോയി കുളിക്കണം. ചുട്ടു ദീപേൻ്റെ കൂടെ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആളെ പിക്ക് ചെയ്യണം. ഇനിയിപ്പോൾ പെട്ടെന്ന് സമയം പോകും. പോയിട്ട് പെട്ടെന്നൊന്ന് റെഡിയൊക്കെ ആവട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി റെഡി ആവുമ്പോൾ ഞാനപ്പോൾ തന്നെ പെട്ടെന്ന് പോയി കുളിച്ചിതാ ഹാഫ് ഓഫ് ദ വേ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ റെഡി ആയിട്ട് വേണം ഷുട്ടൂനെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിലിടക്ക് അവൾക്ക് ഞാൻ കുറുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കണം. ആൻഡ് ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇത് നമ്മുടെ ഹാഫ് മൂൺ ഡിസൈനിൽ വരുന്ന മൾട്ടി കളർ നമ്മുടെ നെക്ലേസാണ്. വേണമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അന്വേഷിക്കാം. ആൻഡ് കുട്ടപ്പൻ എത്തി, നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഷുട്ടു പോകുന്ന സമയത്ത് അമ്മേൻ്റെ മടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ താനേ ആളിങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. പകുതിക്ക് എത്തിയപ്പോൾ തന്നെ പാലും കുടിച്ച് ഷുട്ടു സൈഡായി. അവൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിതാ നമ്മൾ വളപട്ടണം പുഴ എത്തിയിട്ടുണ്ട്. ഇനി നേരെ സ്ട്രെയിറ്റ് നമ്മുടെ പറശ്ശിനിക്കടവ് പെട്ടെന്ന് എത്തും. ഇന്ന് നമ്മൾ വിചാരിച്ചതിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഷുട്ടു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി എത്താറായിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ നമ്മൾ സെക്കൻഡ് സാറ്റർഡേ ആണ്, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ചുറ്റി പാർക്കിംഗ് ഒക്കെ കിട്ടി. വണ്ടിയൊക്കെ വെച്ച് പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ എത്തി അച്ഛനെടുത്തപ്പോൾ തന്നെ ഷുട്ടു എണീച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പാർക്ക് ചെയ്തതിന് ശേഷം കുട്ടപ്പനും വന്നു. ഇതിന് നമ്മളെല്ലാവരും കൂടെ നടന്ന് പോവുകയാണ്. നല്ല ചുട്ടു കണ്ണ് പൂട്ടിയിട്ട് നടന്നു. നമ്മളവിടെ അച്ചാച്ചൻ്റെ ചുമലിൽ കിടന്നു. നമുക്കിവിടെ അകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടായിരുന്നില്ല. അങ്ങനെ തൊഴുത് പുറത്തിറങ്ങി. ഷുട്ടു ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല കച്ചറ ഉണ്ടായിരുന്നു നിലത്തൊക്കെ. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ചോറിന് ക്യൂ നിന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് തീർന്നുകൊണ്ട് വേഗം തന്നെ കയറാൻ പറ്റി. ഇവിടെ ആണുങ്ങൾ വേറെ ക്യൂവും പെണ്ണുങ്ങൾ വേറെ ക്യൂ ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ നേരെ പോയി പിന്നെ ഭക്ഷണം കഴിച്ചു. ഷുട്ടുള്ളതുകൊണ്ട് അതൊന്നും എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയിട്ട് പയറും ചായയൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കളിച്ച് പിന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്നതിനെ അടുക്കും പിന്നെ ഷുട്ടുവിന് ചെണ്ട വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ കുറേ ആയി പറയുന്നു ചെണ്ട വേണമെന്ന്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ചെണ്ടയും വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ ഡ്രസ്സൊക്കെ മാറി നിന്ന് ഫ്രഷ് ആവണം. വേറെ ഷുട്ടു കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. എനിക്ക് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടായതുകൊണ്ട് എനിക്ക് അവിടുന്ന് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ബിരിയാണീൻ്റെ പരിപാടി ഒന്ന് നോക്കണം. പിന്നെ ഒന്ന് ചക്കരക്കല്ല് പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ ബിരിയാണിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചത്, ബട്ട് കുട്ട പറഞ്ഞു നമുക്ക് കേക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ അപ്പുറത്തൊക്കെ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെറിയ ആവശ്യമായിട്ട് നമുക്ക് ചക്കരക്കല്ലെല്ലാം പോകണം. ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ നല്ല ടയർഡാണ്. ഷുട്ടു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും ഞാൻ നോക്കട്ടെ. ഇപ്പോൾ കുറച്ച് സമയത്ത് റെസ്റ്റും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ബിരിയാണീൻ്റെ മസാലയെല്ലാം ഉണ്ടാക്കി വെക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചക്കരക്കല്ല് പോകണം. ഷുട്ടുവിനെ ഉറക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൾ ഉറങ്ങിയില്ല. ഇനിയിപ്പം സന്ധ്യക്ക് കിടന്ന് ഉറങ്ങുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെക്കട്ടെ. അങ്ങനെ നമ്മളെ കട്ടിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും ആക്കാൻ തുടങ്ങണം. ഇപ്പോൾ തന്നെ ഏകദേശം 4:30 ആയിട്ടുണ്ട്. ഇതാക്കി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഒന്ന് ചക്കരക്കല്ല് പോകാൻ. അപ്പോൾ എന്തായാലും ഞാൻ ആക്കാൻ തുടങ്ങട്ടെ. ഞാൻ ആദ്യം നമ്മളെ ലാസ്റ്റിലത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഉള്ളിയെല്ലാം ഒന്ന് വാട്ടി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഫുള്ളായിട്ട് മുക്കി പൊരിച്ചെടുക്കുന്നില്ല. ഇതൊന്ന് വാട്ടി ആ ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുകയോ ചെയ്യാറുള്ളത്. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത്ര ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല.
അപ്പോൾ ഇതും ഹെൽത്തി അല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് എണ്ണയിലാണ് ഞാൻ ചെയ്യാറില്ല എപ്പോഴും. ആൻഡ് ഈ ഉള്ളി മാറ്റിയതിന് ശേഷം അതിൽ തന്നെ കുറച്ചും കൂടെ നമ്മളെ പശുനെയ്യ് ആക്കിയതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് വെക്കും. ആ എണ്ണയിൽ തന്നെ നമ്മളെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കൂടെ വാട്ടിയെടുക്കുകയോ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു നല്ല ഫ്ലേവർ കിട്ടും. സോ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ ഓടിപ്പോയി ഒന്ന് ചക്രക്കല്ലൊക്കെ പോയിട്ട് ഓടി വരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി പെട്ടെന്ന് തന്നെ മാറ്റി ഞാൻ ഇറങ്ങി. ഞാൻ ഷുട്ടനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവൾ വന്നാൽ അവളും കൂടെ കൂട്ടിപ്പോയാൽ പിന്നെ ഒന്നും നടക്കില്ല, പെട്ടെന്നൊന്നും ശരിയാവില്ല. സോ ഞാൻ ആളെ പെട്ടെന്ന് കുളിപ്പിച്ച് സെറ്റാക്കി ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് അമ്മൂൻ്റെ അടുത്തേക്ക് ആക്കി. ചക്കരക്കൽ ടൗണ് പിന്നെ ഭയങ്കര തിരക്കാണ്. എന്താ പറയുക, ഈവനിങ് ആകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബേബി കെയറിൽ പോയി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അവിടെ കിട്ടിയില്ല. സോ നമ്മൾ തിരിച്ച് സ്വീറ്റെക്സിൽ വന്നു. നമ്മൾ നല്ലൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ വാങ്ങിച്ചു. നല്ല കേക്കായിരുന്നു. ഞാൻ ബിരിയാണി വെച്ച് ഒതുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേങ്കിൽ എല്ലാവരും പറഞ്ഞു കേക്ക് വാങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി വേറൊരു ഷോപ്പിൽ പോയപ്പോൾ കുറേ പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ തേൻമിഠായി എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ഡിസിഷനിലായിരുന്നു ഞാൻ. സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായി കേക്ക് വെച്ച് സ്വന്തമായി മുറിക്കുന്ന ഞാൻ, എൻ്റെ അവിഞ്ഞ മുഖമുള്ള ഭർത്താവ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി ഞാൻ ഷുട്ടൂനെയും കൂട്ടി വന്ന് വേഗം തന്നെ കേക്കൊക്കെ മുറിക്കാമെന്ന് ചോദിച്ചു. വേറെ ആരും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ പിള്ളേർസ് മാത്രമേ ഉണ്ടായിരുന്നു, ഷുട്ടുപ്പിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരെ എന്താ പറയുക കൂട്ടി അവരെല്ലാവരും കൂടെ അവരുടെ അടുത്തായിരുന്നു ഷുട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരെയും കൂട്ടി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ആരുടെ ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിലും പിന്നെ കേക്ക് ഷുട്ടൂനെ കഴിക്കണം, കട്ട് ചെയ്യണം. അതാണ് അവൾക്കിഷ്ടം. ആ കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ്. അവളുടെ ഹാപ്പി ടു അല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. സോ നമ്മുടെ ഈ വീഡിയോന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ലൈറ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ കാരണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷുട്ടുവിൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വന്നു. ഇനി പിന്നെ നമ്മൾ നേരെ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഷുട്ടുവിന് പൊതുവേ ഈ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ ഇന്ന് പിന്നെ കൊടുക്കാണ്ട് വേറെ നിവർത്തിയില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് എന്നെപ്പോലെ തന്നെ ഇങ്ങനത്തെ ഈ ക്രിസ്മസ് കേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ കേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാ അറിയില്ല. അപ്പോൾ ഇതാ നമ്മളിത് ബിരിയാണി ദമ്മൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്തു. ഷുട്ടും അവരുടെ കൂടെ തന്നെ കഴിച്ചു. ആൻഡ് ലാസ്റ്റ് ഞാനും കുട്ടപ്പനും ഇരുന്നു. എൻ്റെ ബർത്ത്ഡേ ബിരിയാണി സ്വന്തമായി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്ന ബിരിയാണി. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്ന് രാത്രിയിലത്തെ പരിപാടി എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ക്യുക്കായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ കേക്കൊക്കെ വാങ്ങിക്കുക എന്നുള്ളത്. ആക്ച്വലി കേക്ക് വാങ്ങാനൊന്നും പ്ലാൻസിൽ ഉണ്ടായിരുന്നേ ഇല്ല. ബട്ട് എല്ലാം അടിപൊളിയായി നല്ല രസത്തിൽ നടന്നു. നല്ല എൻജോയ്ഫുൾ ബിസി ഡേ ആയിരുന്നു. ഞാനും കിടക്കാൻ പോകും. ഇന്ന് നല്ല ടയർഡാണ് ഞങ്ങളെല്ലാവരും. കുട്ടപ്പൻ ഓൾറെഡി കിടന്നു. ഇനിയിപ്പോൾ ഞാനും കിടക്കാൻ പോവാം. അപ്പോൾ എന്തായാലും ബാക്കി നമ്മുടെ വ്ളോഗായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ഹലോ ഗായ്സ്. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. നമ്മൾ ഇന്ന് ചപ്പാത്തി ആയിരുന്നു. സോ ചപ്പാത്തിയും ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞു. ഇനി ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എനിക്കെല്ലാം പാക്ക് ചെയ്ത് വെക്കാനുണ്ട്. എല്ലാം മാടി ഇടിയും മൊത്തം വലിച്ച് വാരിയിട്ടിട്ടുള്ളത്. അതെല്ലാം ഇനി ഒന്ന് സെറ്റാക്കി എടുത്ത് വെക്കണം. എൻ്റെ പാക്കിങ് സാധനങ്ങൾ എടുക്കണം, എൻ്റെ ജ്വല്ലറി സാധനങ്ങൾ എടുക്കണം, എല്ലാം എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. ഇനിയിപ്പം ഓരോ പണികളായിട്ട് തീർക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഒന്നും തരുന്നില്ല. അപ്പോൾ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിൽ എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് മേലെ നിന്ന് താഴെ എൻ്റെ പാക്കിങ് കവറും എല്ലാ സാധനങ്ങളും മേലെ താഴെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നേരെ വണ്ടിയിൽ കയറ്റണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഒന്ന്, അതെടുത്ത് ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത്. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ചൂടാക്കി. ഇന്നത്തെ ബിരിയാണി എപ്പോഴും ഇന്നലത്തെ സാധനങ്ങൾ ഇന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും.
അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. ഞാൻ ഇത് ഷുട്ടൂനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കി. എന്നാൽ പിന്നെ എണീച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് പോവേ വേണ്ടു. അങ്ങനെ ഞാൻ അവളെ ഉറക്കി. ഞാനും കുറച്ചമ്മയും കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നു. ദെൻ നമ്മൾ എണീച്ചപ്പോഴേക്കും അമ്മ ഇതാ കട്ടൻ ചായ വെച്ചു. നമ്മൾ ഇന്നലത്തെ കേക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഷുട്ടൂന് ഞാൻ ഓൾറെഡി മുട്ടയും കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ എണീച്ചപ്പോൾ തന്നെ. അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ. അമ്മ വാ വര അമ്മ വാ വാ മതി ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിനിതാ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക്, വേറെ പരിപാടിയൊന്നുമില്ല. ചായ എല്ലാം കുടിച്ചു. ഞാൻ അങ്ങനെ തുറന്നായിരുന്നു ചുറ്റു പോവാന്ന് വരാം. എങ്ങോട്ടാ പോ നമ്മള്? മുക്കാലി പോ. ഞാൻ വരാം. ഓക്കെ, നമ്മൾ പോകുന്ന വഴി കാണാം. അങ്ങനെ നമ്മളൊരു 5 മണിയൊക്കെ ആവാറായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളിതാ പനത്തമ്പറമ്പൊക്കെ എത്തിക്കഴിഞ്ഞു. പോകുന്ന വഴിക്ക് തന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ തലശ്ശേരി എത്തി. തലശ്ശേരി വഴി പോകുമ്പോൾ എപ്പോഴും പെപ്പർ പാലസിൽ നിന്ന് ഒരു ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ പോലെ, കാരണം അവരുടെ ചായ അടിപൊളിയാണ്. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ അവിടെ കയറാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കഴിക്കാമെന്ന് വേണ്ട, കാരണം നമ്മൾ കേക്കൊക്കെ തിന്നുകൊണ്ട് വയറ് ഫുള്ളായി. പിന്നെ ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചായയും ഫ്രൈസും കഴിക്കാമെന്ന്. അതുമാത്രം ലക്ഷ്യമിട്ട് നമ്മളിതാ ഫ്രഞ്ച് ഫ്രൈസും ചായയും കുടിക്കാൻ വേണ്ടി ഇതാ പെപ്പർ പാലസിലെത്തി. ഭയങ്കര ടേസ്റ്റായി ഇവരുടെ ചായ. നിങ്ങൾ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇതുവഴി പോകുമ്പോൾ ടേസ്റ്റ് ചെയ്ത് കഴിക്കും. അങ്ങനെ അടിപൊളി ചായയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ മാഹി പിടിച്ചു. മാഹിന്ന് എണ്ണി അടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതിലിടയ്ക്ക് എനിക്ക് ഷുട്ടൂന് 2 പഴം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് അതും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.